113ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് നാളെ തുടക്കമാകും. ഫെബ്രുവരി 9 വരെയാണ് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം പമ്പ മണപ്പുറത്ത് നടക്കുന്നത്. ഫെബ്രുവരി 5-ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പരിഷത്തിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, 113ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് നാളെ തുടക്കമാകുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. വിവരങ്ങൾ. വിവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. പമ്പ മണപ്പുറത്ത് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ മഹാസമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി. വിവിധ വിഭാഗങ്ങളുടെ ഏകോപന ചുമതലകളും ഇന്നലെയോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തുന്നതോടെയാണ് 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമാകുക. പരിഷത്തിന് മുന്നോടിയായി കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്രകൾ പ്രയാണം തുടരുകയാണ്. 4 ദിവസത്തെ പ്രയാണമാണ് കൊല്ലം പന്മന ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ജ്യോതി പ്രയാണ ഘോഷയാത്രയ്ക്ക് ഉള്ളത്. ഒപ്പം തന്നെ ഇന്നലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘോഷയാത്രയായ എഴുമറ്റൂർ പരമപട്ടാരക ആശ്രമത്തിൽ നിന്നും ഛായാചിത്ര ഘോഷയാത്രയും പുറപ്പെട്ടിട്ടുണ്ട്. പ്രധാന വേദിയിലേക്ക് കിടാവിളക്കിൽ തെളിയിക്കുന്നതിനുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയാണ് ആദ്യത്തെ ദിവസം മിനിഞ്ഞാന്ന് കൊല്ലം പന്മന ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടത്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്മൃതി കുടീരം ഉള്ള കൊല്ലം പന്മന ആശ്രമത്തിൽ നിന്നുമാണ് ജ്യോതി പ്രയാണ ഘോഷയാത്ര ഈ പ്രധാന വേദിയിൽ തെളിയിക്കുന്നതിനുള്ള കിടാവിളക്കിൽ തെളിയിക്കുന്നതിനുള്ള ജ്യോതിയും പകർന്നുകൊണ്ടുള്ള ഘോഷയാത്ര അവിടെ നിന്നും ആരംഭിച്ചത്. ഒപ്പം പ്രധാന വേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നലെ പുറപ്പെടുകയും ചെയ്തു. എഴുമറ്റൂർ പരമപട്ടാരക ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്രയും വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രണ്ടാം ദിവസത്തെ പ്രയാണം തുടരുകയാണ്. ഒപ്പം കൊട്ടാരക്കര അവധൂത് ആശ്രമത്തിൽ നിന്നും പദയാത്രയും ആരംഭിച്ചിട്ടുണ്ട്. അതും ഇന്നലെ പുറപ്പെട്ടു. ഇങ്ങനെ വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 4 ഘോഷയാത്രകൾ നാളെ രാവിലെ 11 മണിയോടുകൂടി വിദ്യാധിരാജ നഗറിൽ എത്തും. നാളെ രാവിലെ ആയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും പതാക ഘോഷയാത്രയും പുറപ്പെടുന്നുണ്ട്. അങ്ങനെ 4 ഘോഷയാത്രകൾ, ഛായാചിത്ര ഘോഷയാത്ര, ജ്യോതി പ്രയാണ ഘോഷയാത്ര, പതാക ഘോഷയാത്ര, പദയാത്ര, 4 ഘോഷയാത്രകളും നാളെ രാവിലെ 11 മണിയോടെ വിദ്യാധിരാജ നഗറിൽ സംഗമിക്കും. വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ നിന്നും വാദ്യമേളങ്ങളോടുകൂടി ഘോഷയാത്രകളെ എല്ലാം എതിരേറ്റ് പ്രധാന വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. പ്രധാന വേദിയിൽ വിദ്യാധിരാജയുടെ ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച് ഭദ്രദീപം കൊളുത്തി പതാക ഉയർത്തുന്നതോടുകൂടി ഹിന്ദു മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തുന്നതോടുകൂടി 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമാകും. നാളെ വൈകിട്ട് 4 മണിക്കാണ് ഹിന്ദുമത പരിഷത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത്. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് ചേരുന്ന സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. പെരിക്കുളം ചെങ്കോൽ അധീനം ശിവപ്രകാശ മഹാസന്നിധി സ്വാമിയുടെ സാന്നിധ്യം നാളെ ഉദ്ഘാടന ചടങ്ങിലുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ധന്യമാക്കും. വാഴൂർ തീർത്ഥപദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, സദാനന്ദപുരം അവധൂതാശ്രമം മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇത്തവണത്തെ 113ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 5-ന് വൈകിട്ട് 4 മണിക്കാണ് ഹിന്ദു ഏകതാ സമ്മേളനം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം ഭാരതത്തിനകത്തും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, മതപണ്ഡിതർ, വിശിഷ്ട വാഗ്മീകികൾ, കേരള, ഗോവ, പശ്ചിമ ബംഗാൾ ഗവർണർമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഇനിയുള്ള ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ഹിന്ദുമത പരിഷത്തിൽ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.